ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 3 ത്രെറ്റ്സ് ആൻഡ് വൾനറബിലിറ്റീസ് ഭീഷണികളും ബലഹീനതകളും എന്ന ഭാഗമാണ്. ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് 1. ത്രെറ്റ് ഭീഷണി. ഒരു സിസ്റ്റത്തിനോ ഡാറ്റയ്ക്കോ നാശം വരുത്താൻ സാധ്യതയുള്ള ഏതെങ്കിലും പ്രവൃത്തിയെയോ സംഭവത്തെയോ ആണ് ഭീഷണി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹാക്കർമാർ, വൈറസുകൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ. 2. വൾനറബിലിറ്റി ബലഹീനത. ഒരു സിസ്റ്റത്തിലുള്ള കുറവുകളോ പിഴവുകളോ ആണ് ബലഹീനത. ഹാക്കർമാർക്ക് ഇതുപയോഗിച്ച് സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞുകയറാൻ സാധിക്കും. ഉദാഹരണത്തിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന പാസ്വേഡുകൾ, അപ്ഡേറ്റ് ചെയ്യാത്ത സോഫ്റ്റ്വെയറുകൾ. ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് ത്രെറ്റ്സ് പേജ് 81 ഒന്നുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഇതിനെ പ്രധാനമായും 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1. നാച്ചുറൽ ത്രെറ്റ്സ് പരിസ്ഥിതിപരമായ കാരണങ്ങളാൽ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഒരു സെർവർ റൂമിൽ വെള്ളപ്പൊക്കം, ഫ്ലഡിംഗ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇടിമിന്നൽ മൂലം സിസ്റ്റം തകരാറിലാകുന്നത്. ഇവ നമ്മുടെ നിയന്ത്രണത്തിലല്ല. 2. ആക്സിഡന്റൽ ത്രെറ്റ്സ് മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന പിഴവുകൾ. ഉദാഹരണത്തിന് ഒരു ജീവനക്കാരൻ അബദ്ധത്തിൽ ഒരു പ്രധാന ഫയൽ ഡിലീറ്റ് ചെയ്യുകയോ, ഹ്യൂമൻ എറർ അല്ലെങ്കിൽ സിസ്റ്റം കോൺഫിഗറേഷനിൽ വരുന്ന പിഴവുകളോ. 3. ഇന്റൻഷണൽ ത്രെറ്റ്സ് മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് ഹാക്കിംഗ്, റാൻസംവെയർ അറ്റാക്കുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി അയക്കുന്ന ഫിഷിംഗ് ഇമെയിലുകൾ. ഇനി നമുക്ക് ഇത് പ്രധാനമായും 4 തരത്തിലുണ്ട്. സോഫ്റ്റ്വെയർ വൾനറബിലിറ്റീസ് സോഫ്റ്റ്വെയറിലെ പിഴവുകൾ അല്ലെങ്കിൽ ബഗ്സ്. പഴയ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതും ഇതിൽപ്പെടും. ഹാർഡ്വെയർ വൾനറബിലിറ്റീസ് ഹാർഡ്വെയറിൽ ഉണ്ടാകുന്ന തകരാറുകൾ. ഉദാഹരണത്തിന് തകരാറുള്ള ചിപ്പുകൾ അല്ലെങ്കിൽ സിസ്റ്റം അമിതമായി ചൂടാകുന്നത്. നെറ്റ്വർക്ക് വൾനറബിലിറ്റീസ് നെറ്റ്വർക്ക് സുരക്ഷിതമല്ലാത്ത അവസ്ഥ. ഉദാഹരണത്തിന് വൈഫൈക്ക് പാസ്വേഡ് ഇല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഹ്യൂമൻ വൾനറബിലിറ്റീസ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ. എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന പാസ്വേഡുകൾ ഇടുന്നത് അല്ലെങ്കിൽ സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഇതിൽ വരും. നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചില സൈബർ ഭീഷണികളെ സൈബർ ത്രെറ്റ്സ് കുറിച്ച് താഴെ വിശദീകരിക്കുന്നു. പരീക്ഷയ്ക്കും ജീവിതത്തിലും ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിവ. പ്രധാന സൈബർ ഭീഷണികൾ. കോമൺ സൈബർ ത്രെറ്റ്സ്. ഭീഷണികൾ പലതരത്തിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് താഴെ പറയുന്നവയാണ്. 1. മാൽവെയർ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നതിന്റെ ചുരുക്കരൂപമാണിത്. കമ്പ്യൂട്ടറുകളെ നശിപ്പിക്കാനോ വിവരങ്ങൾ ചോർത്താനോ നിർമ്മിച്ച സോഫ്റ്റ്വെയറുകളാണിവ. വൈറസസ് ആൻഡ് വോംസ് സ്വയം പടരുകയും ഫയലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. റാൻസംവെയർ നിങ്ങളുടെ ഫയലുകൾ ലോക്ക് ചെയ്യുകയും അത് തുറക്കാൻ പണം റാൻസം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. 2. ഫിഷിംഗ് വിശ്വസനീയമായ ഒരു സ്ഥാപനത്തിൽ നിന്നാണെന്ന വ്യാജേന ഇമെയിലുകളോ മെസ്സേജുകളോ അയച്ച് നിങ്ങളുടെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ തട്ടിയെടുക്കുന്ന രീതിയാണിത്. 3. ഡിനയൽ ഓഫ് സർവീസ് DOS ഒരു വെബ്സൈറ്റിലേക്കോ സെർവറിലേക്കോ ഒരേ സമയം അമിതമായ ട്രാഫിക് അയച്ച് അതിനെ തകരാറിലാക്കുന്ന രീതി. ഇത് കാരണം സാധാരണ ഉപഭോക്താക്കൾക്ക് ആ സൈറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. 4. മാൻ ഇൻ ദ മിഡിൽ മിച്ചം 2 പേർ തമ്മിൽ കൈമാറുന്ന വിവരങ്ങൾ അവർ അറിയാതെ ഒരു മൂന്നാമനിടയിൽ ഇരുന്ന് ചോർത്തുന്ന രീതി. പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. 5. ഇൻസൈഡർ ത്രെറ്റ്സ് സ്ഥാപനത്തിനുള്ളിലുള്ള വ്യക്തികൾ, ജീവനക്കാർ അല്ലെങ്കിൽ മുൻ ജീവനക്കാർ മനഃപൂർവ്വമോ അല്ലാതെയോ വിവരങ്ങൾ ചോർത്തുന്നതോ നശിപ്പിക്കുന്നതോ ആയ ഭീഷണി. നമുക്ക് വൾനറബിലിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ബലഹീനതകൾ വിലയിരുത്തലും കൈകാര്യം ചെയ്യലും എന്ന പ്രധാന ഭാഗം വിശദമായി നോക്കാം. ഒരു സിസ്റ്റത്തിലെ സുരക്ഷാ പിഴവുകൾ വൾനറബിലിറ്റീസ് കണ്ടുപിടിക്കുകയും അവയുടെ ഗൗരവം അളക്കുകയും അവ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണിത്. ഇത് വെറുതെ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് ഒരു ലൂപ്പ് പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് 84 പ്രകാരം ഇതിലെ പ്രധാന ഘട്ടങ്ങൾ ഇവയാണ്. പ്രധാന രീതികൾ. കീ മെത്തേഡ്സ്. 1. വൾനറബിലിറ്റി സ്കാനിംഗ് ബലഹീനതകൾ സ്കാൻ ചെയ്യുക. പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് സിസ്റ്റത്തിലെ അറിയപ്പെടുന്ന പിഴവുകൾ സ്വയം കണ്ടെത്തുന്നു. ടൂൾസ്, നെസസ്, ഓപ്പൺവാസ് തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക്കായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. 2. പെനട്രേഷൻ ടെസ്റ്റിംഗ് ഇതിനെ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്നും വിളിക്കാറുണ്ട്. ഒരു ഹാക്കർ എങ്ങനെയായിരിക്കും നമ്മുടെ സിസ്റ്റത്തെ ആക്രമിക്കുക എന്ന് ചിന്തിച്ച് സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു. ഇതിലൂടെ സിസ്റ്റത്തിന്റെ യഥാർത്ഥ പ്രതിരോധശേഷി അളക്കാൻ സാധിക്കും. 3. പാച്ച് മാനേജ്മെന്റ് ഒരു സോഫ്റ്റ്വെയറിൽ പിഴവുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ കമ്പനികൾ അവ പരിഹരിക്കാൻ പാച്ചസ് അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ പുറത്തിറക്കും. ഈ അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെയാണ് പാച്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ ഹാക്കർമാർക്ക് ആ പഴയ പിഴവ് ഉപയോഗിച്ച് അകത്തു കയറാൻ എളുപ്പമാകും. നമ്മുടെ ക്ലാസുകൾ കണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും കമന്റുകൾക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനും നാളെ എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയായതുകൊണ്ട് പഠനത്തോടൊപ്പം തന്നെ ഈ ക്ലാസുകൾ തയ്യാറാക്കാൻ അല്പം സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോകൾ വരാൻ വൈകുന്നത്.
ഇതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് മുഴുവൻ പാഠഭാഗങ്ങളും വേഗത്തിൽ പഠിക്കാനായി നമ്മളൊരു വാട്സാപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ വീഡിയോകൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ നൽകാത്തത്. എന്നാൽ ആ ചാനലിൽ കയറിയാൽ എല്ലാ പാഠഭാഗങ്ങളുടെയും ലിങ്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭ്യമാകും. ക്ലാസുകൾ മുഴുവൻ ആവശ്യമുള്ളവർ ദയവായി ഇപ്പോൾ തന്നെ ആ ചാനലിൽ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ട്. എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു. നന്ദി.